തീർത്തും ലജ്ജിപ്പിക്കുന്നതാണ്. രാജ്യത്തിന് മുന്നിൽ കേരളത്തിന്റെ യശസ്സിനെ മാനം കെടുത്തുന്നതാണ് ദുബായിൽ നടന്നത്. സ്വന്തം രാജ്യത്തെ ആക്രമിച്ച തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്ത ഷാഹിദ് അഫ്രീദിയെ സ്വന്തം വേദിയിലേക്ക് സ്വീകരിച്ചാനയിച്ച മലയാളികൾ അതീവ ലജ്ജാകരം. ആരൊക്കെ ഏതൊക്കെ ഭാഷകളിൽ അതിനെ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും എങ്ങനെയൊക്കെ ഉഴുതുമറിക്കാൻ ശ്രമിച്ചാലും പകൽ പോലെ പച്ചയായ ആ സത്യം മലയാളികൾക്കറിയാം. അന്വേഷിക്കേണ്ടവർ അന്വേഷിക്കും. അപ്പോൾ ഇതുപോലെ ഒരുപാട് മെഴുകേണ്ടി വരും. ദിവസങ്ങൾക്ക് മുൻപാണ് ദുബായിലെ മലയാളി വിദ്യാർത്ഥി കൂട്ടായ്മ പാകിസ്ഥാൻ മുൻ ക്രിക്കറ്റ് താരം ഷഹീദ് അഫ്രീദിക്ക് സ്വീകരണം ഒരുക്കിയത്. സമൂഹ മാധ്യമങ്ങളിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് ഇതുണ്ടാക്കിയത്. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെയുണ്ടായ ഇന്ത്യ പാക് സംഘർഷങ്ങളെ തുടർന്ന് ഇന്ത്യക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ, ആക്ഷേപകരമായ പരാമർശങ്ങൾ നടത്തിയ ഷഹീദ് അഫ്രീദി ദുബായിൽ മലയാളികൾ പങ്കെടുക്കുന്ന മലയാളികൾ സ്വീകരിച്ചാനയിക്കുന്ന ചടങ്ങിൽ പങ്കെടുത്തു എന്നത് തീർച്ചയായും ഞെട്ടിപ്പിക്കുന്നതാണ്. കൊച്ചിൻ സർവകലാശാല ബിടെക് അലുമിനി അസോസിയേഷൻ കഴിഞ്ഞയാഴ്ച ദുബായിലെ പാകിസ്ഥാൻ അസോസിയേഷൻ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിലായിരുന്നു ഷഹീദ് അഫ്രീദി എത്തിയത്. മുൻ പാക് പേസ് ബൗളർ ഉമർ ഗുല്ലും അഫ്രീദിക്കൊപ്പമുണ്ടായിരുന്നു. ഇവരെത്തുമ്പോൾ ബൂം ബൂം മുഴക്കിയാണ് സദസ്സിലുള്ളവർ ഇവരെ എതിരേറ്റത്. സംഭവത്തിൽ വലിയ തോതിലുള്ള പ്രതിഷേധം രാജ്യത്തിനുള്ളിൽ നിന്നും സോഷ്യൽ മീഡിയയിൽ നിന്നും ഉണ്ടായതിനെ തുടർന്ന് കൊച്ചി സർവകലാശാല ബിടെക് അലുമിനി അസോസിയേഷൻ വിശദീകരണമായി രംഗത്തെത്തിയിരുന്നു. പാക് താരങ്ങൾ തങ്ങളുടെ പരിപാടിയിൽ ക്ഷണിക്കപ്പെടാതെ എത്തിയതാണ് എന്നും ഇവർ ഇതേ ഹാളിൽ മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കേണ്ടവരായിരുന്നു എന്നുമാണ് വിശദീകരണം. ഞങ്ങളുടെ പരിപാടി അവസാനിക്കുമ്പോൾ ഈ ക്രിക്കറ്റ് താരങ്ങൾ ഒരേ ഓഡിറ്റോറിയത്തിൽ നടന്ന് ഞങ്ങളുടെ പരിപാടിയിൽ മുൻകൂട്ടി അറിയിക്കാതെയും ആവശ്യപ്പെടാതെയും പ്രത്യക്ഷപ്പെട്ടു എന്നും ഞങ്ങളുടെ സംഘാടക സംഘത്തിലെ ആരും പൂർവ്വ വിദ്യാർത്ഥി സംഘടനകളോ അവരെ ക്ഷണിച്ചിട്ടില്ല എന്നുമാണ് അലുമിനി അസോസിയേഷന്റെ വിശദീകരണക്കുറിപ്പ്. സംഭവം നടന്നതിന്റെ ചിത്രങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നു. ഇനി എളുപ്പം വിശദീകരിക്കലാണ്. ആരൊക്കെ എങ്ങനെയൊക്കെ നിഷേധിക്കാൻ ശ്രമിച്ചാലും ശത്രു രാജ്യത്തിനു വേണ്ടി പലപ്പോഴും കുടലൂത്ത് നടത്തിയിട്ടുള്ളവർ, ശത്രു രാജ്യത്തിന്റെ പതാകയിൽ അഭിമാനം കൊണ്ടവർ, അവരിൽ മലയാളികളും ഉണ്ടായിരുന്നു എന്നത് മറക്കാനാവില്ല. ശത്രു പുറമേയല്ല അകമേയാണ് എന്ന സത്യം വീണ്ടും വീണ്ടും ഉറപ്പിക്കുകയാണിവിടെ.